SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 12 ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലടക്കം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ സമാന്തരമായി തന്നെ നമ്മുടെ നാടുകളിലെല്ലാം BLOമാർ SIR എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയാക്കി തിരിച്ചു വാങ്ങി ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവർക്ക് നൽകിയ ഡെഡ് ലൈനിൻ്റെ ഡിസംബർ 9 കരട് പട്ടിക പുറത്തു വരും. ഏതാണ്ട് നിലവിൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഏതാണ്ട് എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഒരു 58% ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ്. കരട് പട്ടിക പുറത്തു വരുന്ന സമയത്ത് 5 ലക്ഷത്തോളം പേർ കേരളത്തിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യത, വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യതയും ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അവസാനം വന്ന കണക്കുകൾ പരിശോധിച്ച് നോക്കാം SIRൻ്റെ ഒരു റിയാലിറ്റി, എങ്ങനെയാണത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇൻസൈറ്റിൽ നോക്കുന്നത്. സ്വാഗതം. SIR നമ്മുടെ നാടുകളിലൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. പല രൂപത്തിൽ SIRനെ ചൊല്ലിയുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജീവേട്ടൻ്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ, ഈ ഒരു ഏകദേശം ഒരു മാസം ആവാനാകുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ? ആദ്യം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യം പറയാം. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ SIRൻ്റെ ഫോമൊക്കെ വളരെ വേഗം നമ്മളുടെ അടുത്തേക്ക് എത്തും. കാരണം കേരളം അങ്ങനത്തെ ഒരു സ്പേസ് ആണല്ലോ, കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ഇപ്പം വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇവിടെ കൂടുതലാണ്. വോട്ടിങ്ങിനെ കുറിച്ചുള്ള സാക്ഷരത ഇവിടെ കൂടുതലാണ്. അതായത് വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം എന്നറിയാവുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. വോട്ടർ പട്ടിക പരിശോധിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പരിശോധിക്കാത്ത ആളുകളും ഉണ്ട്. ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടല്ലോ. പക്ഷേ എങ്കിൽ പോലും ഒരു ഭൂരിഭാഗം 90% ആളുകളും അല്ലെങ്കിൽ 95% ആളുകളും വോട്ടർ പട്ടികയിൽ തൻ്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആളുകളാണ്. അതുപോലെ ഇപ്പോൾ ബൂത്ത് ലെവൽ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അവരെക്കുറിച്ച് ധാരണയുള്ള ആളുകളാണ്. ഏജൻറ്റുമാർ, ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ, അവരെക്കുറിച്ച് ധാരണയുള്ള ആളുകളാണ്. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ അറിയാവുന്ന മനുഷ്യന്മാരായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ SIRൻ്റെ ഫോമൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുത്തേക്ക് എത്തും. നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്മളൊരു തുടക്കത്തിലുള്ളൊരു അസംഷൻ അങ്ങനെ വലിയ തടസ്സം ഒന്നും ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെയാണ് ഈ പറയുന്ന ഫോം കിട്ടിയത്. ഇന്നലെയാണ് ഇത് കിട്ടുന്നത്. ഇന്നലെ കിട്ടുമ്പോൾ പോലും BLOയെ ഞാൻ അങ്ങോട്ട് വിളിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഫോം കിട്ടുന്നത്. അതിലൊരു കൗതുകം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് 10 വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്. 4 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തത്. അപ്പോൾ 4 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മനുഷ്യനായ എനിക്ക് കഴിഞ്ഞ 10 വർഷമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഫോം കിട്ടാൻ ഇനിയിപ്പോൾ ഒരു 6 ദിവസമോ 8 ദിവസമേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാൻ. അതുവരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ എന്നെപ്പോലെ എത്ര മനുഷ്യന്മാരുണ്ടാവും എന്നാണ് ഞാൻ ആലോചിച്ചത്. അത് തന്നെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതല്ല. ഞാൻ അങ്ങോട്ട് വിളിച്ച്, ഒരു വട്ടം വിളിച്ച്, ഒരു BLOയെ വിളിച്ച്, അപ്പോൾ ആ BLO എൻ്റെ വോട്ടർ ID-യുടെ മറ്റേ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞ് അത് അയച്ചു കൊടുത്തപ്പോൾ ഇതെൻ്റെ ബൂത്തല്ല, വേറൊരു ബൂത്താണ് എന്ന് പറഞ്ഞ് ആ ബൂത്തിലെ BLOയുടെ നമ്പർ തന്ന് ആ BLOയെ വിളിച്ച് ഇത്രയും പണി ഞാൻ എടുത്തിട്ടാണ് എനിക്ക് ആ ഫോം കിട്ടുന്നത്. അപ്പോൾ അതാ കേരളത്തിലാണ് ഞാൻ പറയുന്നത്, കേരളത്തിലാണ് പറയുന്നത്. ഇത്രയും പണിയെടുത്തതിന് ശേഷം കേരളത്തിൽ SIRനെ കുറിച്ച് ധാരണ, അതെ, SIRനെ കുറിച്ച് നല്ല ധാരണ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. SIRനെ കുറിച്ച് ധാരണ എന്ന് പറയുമ്പോൾ SIR കേരളത്തിൽ വരുമ്പോൾ ഉള്ള ധാരണ മാത്രമല്ല നമുക്കുള്ളത്. SIR ഇപ്പോൾ ബീഹാറിൽ ഈ പണി തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. അന്ന് ബീഹാറിൽ ഏത് വോട്ടർ പട്ടികയാണ് അവർ ആധാരമാക്കിയത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്തത്, ഏത് ഏത് കാറ്റഗറിയിലുള്ള ആളുകൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് സമർപ്പിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഇന്നലെയാണ് ഇതിൻ്റെ ഫോം കിട്ടുന്നത്. ഫോം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിലും വലിയ കൗതുകമുണ്ട്. ഫോം കിട്ടി ഞാൻ നോക്കുമ്പോൾ ബാക്കി എൻ്റെ കയ്യിൽ വോട്ടർ ID ഉണ്ട്, നമ്പറുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മയുടെ വോട്ടർ ID ഉണ്ട്. അപ്പോൾ ബന്ധു എന്നുള്ള നിലയിൽ അമ്മയുടെ വോട്ടർ ID കൊടുക്കാം. അത്തരം പ്രയാസങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ അതിൻ്റെ താഴെ, ആദ്യത്തെ ലിസ്റ്റ് കഴിഞ്ഞ് താഴെയുള്ള ഭാഗത്തിൽ 2002 SIRൽ നിങ്ങൾ എവിടെയായിരുന്നു,
ഏത് അസംബ്ലി സെഗ്മെൻറ്റിലായിരുന്നു, നിങ്ങൾ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ തുടങ്ങുന്ന വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ കോളത്തിൽ അന്ന് നിങ്ങൾ കൊടുത്ത ബന്ധു ആരാണ് എന്നുള്ള ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 2002 അങ്ങനെ ഒരു SIR നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയില്ല. 2002 ഞാൻ വോട്ടർ പട്ടികയിലുണ്ട്, സംശയമില്ല. അത് ഈ കോഴിക്കോടല്ല, അത് എറണാകുളത്തായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വോട്ടർ പട്ടികയിലുണ്ട്. കാരണം 1998 മുതൽ വോട്ട് ചെയ്യുന്നുണ്ട്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് പാലക്കാടായിരുന്നു, പക്ഷേ എൻ്റെ വോട്ട് എറണാകുളത്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ജേർണലിസം ആയതുകൊണ്ട് ഈ വോട്ടിംഗ് ദിനത്തിൽ എന്തായാലും നമ്മൾ ബൂത്തുകളിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ല. അതൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വോട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2001 വോട്ടുണ്ട്, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട്. ഈ സമയത്തൊക്കെ എനിക്ക് വോട്ടുണ്ട്. പക്ഷേ 2002 ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഒരു SIR നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ അന്ന് ഏത് ബന്ധുവിനെയാണ് നിങ്ങൾ റെഫർ ചെയ്തത് എന്ന SIR ഫോമിൽ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഫോം കൊടുത്തിട്ടില്ല, ഒരു ബന്ധുവിനെയും റെഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് ഫില്ല് ചെയ്യണം എന്നെനിക്കറിയില്ല. അപ്പോൾ എന്നോട് ഈ BLO പറഞ്ഞു, നിങ്ങളത് അന്നത്തെ നിങ്ങൾ വോട്ട് ചെയ്ത അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയും അന്നത്തെ ബൂത്തും രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. അത് രേഖപ്പെടുത്താൻ എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ വോട്ടർ ID നമ്പർ വെച്ചുകൊണ്ട് ട്രാക്ക് ചെയ്ത് അവരത് ഫില്ല് ചെയ്യായിരിക്കും. ഇത്രേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ മിനിയാന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഞാൻ ഇന്നലെ ഫോം വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരളത്തിലെ പ്രതിനിധി സുപ്രീം കോടതിയിൽ പറഞ്ഞത് 99% ഫോമുകളും വിതരണം ചെയ്ത് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് മിനിമം ധാരണയുള്ള എനിക്ക് പോലും ഈ ആപ്ലിക്കേഷൻ ഇന്നലെയാണ് കിട്ടുന്നത് എങ്കിൽ എന്നെപ്പോലെ മിസ് ചെയ്ത എത്ര പേരുണ്ടാവും? എൻ്റെ അതേ കാറ്റഗറിയിൽപ്പെടുന്നത്, നമ്മുടെ അതേ കാറ്റഗറിയിൽപ്പെടുന്നത് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള വേറൊരാളും ഇന്ന് എന്നെ വിളിച്ചിരുന്നു. അയാളും കോഴിക്കോട്ടാണ് താമസിക്കുന്നത്, പക്ഷേ ഇപ്പോൾ കോഴിക്കോട്ടില്ല, കോഴിക്കോടിന് പുറത്താണ്. അയാൾക്കും ഇതേവരെ ഫോം കിട്ടിയിട്ടില്ല. അപ്പോൾ എത്ര പേരുണ്ടാവും? അപ്പോൾ ഈ പറയുന്ന കണക്ക് സത്യം പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ ഒരു കണക്കാണ് എന്ന സംശയം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അല്ല, അത് ഇതിൽ ഇപ്പോൾ രാജേട്ടൻ ചോദിച്ചല്ലോ, അതായത് 99% പൂർത്തിയാക്കിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പോൾ 2ാം ഘട്ട SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് നടപ്പാക്കിയതാണ് കേരളം എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മറ്റുള്ള സംസ്ഥാനത്തൊക്കെ. അതാണ് ഏറ്റവും വലിയ കൗതുകം, അവിടെയാണ് ഏറ്റവും വലിയ തമാശ ഉള്ളത്. ഇപ്പം ഞാൻ ഈ കേരളത്തിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് ആദ്യം ഞാൻ ആലോചിച്ച ബീഹാറിലെ കാര്യമാണ്. കാരണം വെച്ചാൽ കേരളത്തിൽ ഈ ഒരു മാസം കൊണ്ട് ഇത്രയും നടന്നിട്ടുള്ളൂ. എൻ്റെ ഫോം ഇപ്പോഴും ഞാൻ തിരിച്ച് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഡിജിറ്റൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും നടന്നിട്ടുള്ളൂ. ബീഹാറിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, തെരഞ്ഞെടുപ്പ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കൃത്യം ഒരു 1-2 മാസം മുമ്പ് ഈ പ്രോസസ്സ് ചെയ്യുന്നു. ഒരൊറ്റ മാസം കൊണ്ട് എൻറ്റയർ പ്രോസസ്സ് പൂർത്തിയാക്കുന്നു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് പറഞ്ഞെന്താണെന്നറിയോ? അവിടെ ഒരു ഒറ്റ അപ്പീൽ പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ഒരു അപ്പീൽ പോലും ഇല്ല. 65 ലക്ഷം പേരെ അവിടെ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി, കുറച്ച് പേരെ കൂടുതൽ ചേർത്തു എന്നവർ പറയുന്നു. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 65ഉം 19ഉം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1 കോടിയാണ് വോട്ടർ പട്ടികയിൽ വന്ന മാറ്റത്തിൻ്റെ കണക്ക്. അതായത് 65 ലക്ഷം പേര് ഒഴിവായി, 19 ലക്ഷം പേര് ചേർന്നു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുക ഒരു അപ്പീൽ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കേരളത്തിലെ അനുഭവം വെച്ചുകൊണ്ട് അതൊരു ലോക മഹാത്ഭുതങ്ങളിൽ അപ്പുറത്തുള്ള എന്തോ സംഗതിയായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വളരെ കൂടുതൽ. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വാർഡിലെ മെമ്പർ ജംഷീർ എന്നാണ് മെമ്പറുടെ പേര്. ജംഷീർ എല്ലാ ദിവസവും അവിടുത്തെ PHCയിൽ ഏത് ഡോക്ടറാണ് രാവിലെ ഉണ്ടാവുക, ആ ഡോക്ടർ എത്ര മണി വരെ ഉണ്ടാവും, ലാബ് ഇന്ന് ഫംഗ്ഷൻ ചെയ്യുമോ, ഉച്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഡോക്ടർ വരുമോ, സ്പെഷ്യാലിറ്റി കേട്ടറിൽ ഏതെങ്കിലും ഡോക്ടർ ഇന്നുണ്ടാവുമോ, ഇത്തരം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് എല്ലാ ദിവസവും അയക്കും. ഞാൻ ഏറ്റവും അവസാനം ആ ഗ്രൂപ്പിൽ ചേർന്ന ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർഡിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ മെസ്സേജ് ആ വാർഡ് മെമ്പർ അയക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അത്രയും കണക്റ്റഡാണ് നമ്മളുടെ സിസ്റ്റം. ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് എനിക്ക് ഈ പറയുന്ന ഫോം ഏറ്റവും അവസാനം കിട്ടുന്നത്.
അതും ഞാൻ അങ്ങോട്ട് ശ്രമിച്ചിട്ട് കിട്ടുന്നത്. അതായത് അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ബീഹാറിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി ബീഹാർ വിടുക, ഇന്നിപ്പോ പല സംസ്ഥാനങ്ങളിലെയും കണക്ക് വരുന്നത്. ഇപ്പോൾ യു പിയിലെ കണക്ക് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തത്. അവിടെ 48% ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് യു പിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ യു പിയിൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇത് ആരാ ചെയ്യുക? അത് മാത്രമല്ല ഈ ഡോക്യുമെന്റ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഗതി, അതായത് ഞാൻ ഇന്നിപ്പോൾ കോഴിക്കോടാണ് എൻ്റെ 10 വർഷമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരുള്ളത്. അവിടെ ഞാൻ 4 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ 2002 വോട്ടുള്ളത് എറണാകുളത്താണ്. ആ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്തിട്ട് വേണം എൻ്റെ ഫോം പൂരിപ്പിച്ചുകൊണ്ട് ഡിജിറ്റൈസ് ചെയ്യാനായിട്ട്. ഈ പണി ഒരു പക്ഷേ ഇവിടുത്തെ BLO ചെയ്തേക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്നെ ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അദാലത്തിന് വിളിച്ചേക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. വിളിച്ചേക്കാം. ഇതേ പ്രോസസ്സ് യു പിയിൽ എത്ര പേരുടെ കാര്യത്തിൽ നടക്കും, എവിടെയൊക്കെ നടക്കും, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മളുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്തൊരു പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം. പിന്നെ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് ഓക്കെ, അതുവരെ ഓക്കെ. 2002 വോട്ടർ പട്ടികയിൽ SIRൽ നിങ്ങൾ ഏത് ബന്ധുവിൻ്റെ പേരാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നതിൽ എന്ത് സെൻസാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ 2002 വോട്ടർ പട്ടികയിലുണ്ടോ? ഉണ്ട്. ഞാൻ ആ വോട്ടർ പട്ടികയിലുണ്ട്. എൻ്റെ ഇന്നത്തെ നമ്പർ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാവുന്നതേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അന്ന് ഏത് ബന്ധുവിൻ്റെ പേരാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നതിൽ എന്താ സെൻസ് ഉള്ളത്? ആ ബന്ധു ചിലപ്പോൾ ഇന്ന് നിലവിലുണ്ടാകും. കാരണം എൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല. അന്ന് ഞാൻ അച്ഛൻ്റെ പേരായിരിക്കും ഒരുപക്ഷെ കൊടുത്തത്. ഞാൻ അങ്ങനെ കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, അങ്ങനെ ഒരു പ്രോസസ്സ് ആണെന്നായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അച്ഛൻ്റെ പേരായിരിക്കും കൊടുത്തത്, അച്ഛനൊന്നില്ല. അപ്പോൾ ആ ചോദ്യം തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു റെലവൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്തരം ഫൂളിഷ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളുടെ മുമ്പിലേക്ക് ഇത് വരുന്നത്. ഇതിൻ്റെ യുക്തിയൊന്നും, ഇതിപ്പോൾ സുപ്രീം കോടതി എത്രയോ തവണയാണ് ബീഹാറിൻ്റെ കാര്യം മുതൽ ഈ പ്രോസസ്സ് പരിശോധിച്ചുകൊണ്ട് വരും. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം പോലും നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്നൊരു കാര്യം. ഈ എൻറ്റയർ പ്രോസസ് ഈസ് വേസ്റ്റേജ്. അതർവൈസ് ഇതിനൊരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടാണ്. ആ പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റാണ്. ആ പൊളിറ്റിക്കൽ മോട്ടീവിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് പൗരത്വ പരിശോധനയാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും പൗരത്വ പരിശോധനയാണ്. ആ പരിശോധന അവർക്ക്, അതായത് ഈ പ്രോസസ്സ് നടത്താൻ തീരുമാനിച്ച ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെ പരമാവധി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ BLOമാരുടെ ഒരു ഇൻറ്റേർണൽ സർക്കിൾസിൽ ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള BLOമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും എന്താണ് അവർക്കുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന കാര്യം എന്ന് അവർ പറയും. അവർക്കത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവർക്കത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കുന്നത്, സാലിമിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? സാലിമിന് എങ്ങനെയത് ഈ SIR പ്രോസസ്സ് ഫീൽ ചെയ്ത്? ഞാൻ വിചാരിക്കുന്നത് 2002 സാലിം വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. ഞാൻ സ്കൂളിൽ പോകാൻ പോലും തുടങ്ങിയിട്ടില്ല. പിന്നെ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ചലഞ്ചുകളൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ മാതാപിതാക്കൾ വോട്ട് ചെയ്ത അതേ ബൂത്തിലാണ് ഞാൻ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2002 മാതാപിതാക്കൾ വോട്ടർ പട്ടികയിലുണ്ട്. പക്ഷേ അതേ ബൂത്തിൽ തന്നെയാണ്. ബൂത്ത് പോലും മാറിയിട്ടില്ല. ബൂത്ത് മീൻസ് സ്കൂൾ മാറ്റമുണ്ട് അന്ന്, അങ്ങനെ ഒരു പക്ഷേ പ്രശ്നമില്ല. പക്ഷേ BLOയുമായി നേരിട്ട് കണക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ കൂട്ടായി ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ ക്യാമ്പുകൾ വെച്ചിട്ടുണ്ട്, മതസംഘടനകൾ, ഇങ്ങനെ എല്ലാവരും ക്യാമ്പുകൾ വെച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കുകൾ പോലെ തന്നെ അവിടെ നിന്നാണ് നാട്ടിലെ ഭൂരിഭാഗം പേരും ഇത് പൂരിപ്പിക്കുന്നത്. BLO വിതരണം പൂർത്തിയാക്കി. BLO ആണെങ്കിൽ തന്നെ നാട്ടിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് അത്ര വലിയ വെല്ലുവിളിയായി വന്നിട്ടില്ല. പ്ലസ് നാട്ടുകാരുടെ സഹകരണം നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പിന്നെ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ ഭാഗമായിട്ടാണ് പൂരിപ്പിച്ചതും. കുറേ പേർക്ക് ഇത് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ എപ്പിക് നമ്പർ ചോദിക്കുന്നത്, ഈ എപ്പിക് നമ്പർ എന്താണത് ആരോടെങ്കിലും ചോദിച്ചിരുന്നു സാർ? ഞാൻ ആദ്യം ചോദിച്ചു. നമുക്ക് ഇങ്ങനെ ഈ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് നമുക്കത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? എന്താ എപ്പിക് SIR ഫോമിൽ ഉണ്ടാവും. ഓരോരുത്തരുടെയും എന്താണ് എപ്പിക് നമ്പർ എന്നുള്ളത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് മാത്രം മനസ്സിലായതാണ്. അല്ലാതെ ഒരു സാധാരണ പൗരന് മനസ്സിലാകുന്ന ഒരു സംഭവമല്ല. ഇതിനകത്തൊരു കൗതുകമുണ്ട്. എന്തിനാണ് എപ്പിക് നമ്പർ എന്നൊരു പേരിട്ടതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വോട്ടർ ID നമ്പർ അല്ലെങ്കിൽ വോട്ടേഴ്സ് IDയിലെ എന്താ പറയുക വോട്ടർ നമ്പർ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും. അവിടെയാണ്
എപ്പിക് നമ്പർ എന്നുള്ളൊരു പേരുണ്ട്. ഇങ്ങനെ പലപ്പോഴും ഈ സാങ്കേതികത്വം എന്തെങ്കിലും തടസ്സമായിട്ട് തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ സാങ്കേതിക പദങ്ങളുടെ ഉപയോഗം. ഇപ്പോൾ വിതരണം ഫോം തിരിച്ചു വാങ്ങാൻ ഞങ്ങളുടെ BLO ഒരു വീട്ടിലും പോകുന്നില്ല. BLO ഇതുപോലെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വരെ ഫോമുകൾ, പൂരിപ്പിച്ച് വെച്ച ഫോമുകൾ കൊണ്ടുപോയി BLO ഏൽപ്പിക്കുന്നത് വരെ പാർട്ടി പ്രവർത്തകരാണ്. അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത് നമ്മുടെ നാട്ടിൽ സുഗമമായി നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടേത് അപ്ലോഡ് ചെയ്തു എന്ന് പരിശോധിക്കാനുള്ള ലിങ്കൊക്കെ ഉണ്ട്. ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല ഇതുവരെ, ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. പക്ഷേ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയണം. അതായത് ഇപ്പോൾ 2002 വോട്ടർ പട്ടിക പരിശോധിക്കണമല്ലോ. അപ്പോൾ ഈ ക്യാമ്പ് ചെയ്തിരിക്കുന്ന എല്ലാവരുടെ കയ്യിലും 2002 പട്ടികയും കൂടി ഉണ്ട്. അതായത് എക്യുപ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഇത് സുഗമമായി നടന്നു. പക്ഷേ എത്ര നാട്ടിൽ ഇങ്ങനെ സുഗമമായി നടക്കുന്ന എനിക്കറിയില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ എന്നെ പോലെ ഇങ്ങനെ ഇപ്പോൾ കുറച്ചു കാലം എറണാകുളത്തായിരുന്നു എൻ്റെ വോട്ടർ പട്ടികയിലെ പേര്, അത് കഴിഞ്ഞ് ഷൊർണൂരായിരുന്നു എൻ്റെ വോട്ടർ പട്ടികയിലെ പേര്, പിന്നെ കോഴിക്കോടാണ് എൻ്റെ വോട്ടർ പട്ടികയിലെ പേര്. 2002 എറണാകുളത്തും 2008 ഷൊർണൂരും പിന്നെ 2010 മുതൽ കോഴിക്കോടും ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ഭയങ്കര കൺഫ്യൂസിങ്ങാണ്. ചിലപ്പോൾ ഇത് മറ്റേ ഓൺലൈനിൽ ഇത് ചെക്ക് ചെയ്ത് അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇത് കൺഫ്യൂസിങ്ങാണ്. എന്നാൽ ആ നിലയ്ക്ക് ഈ വിവരം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലേം തന്നെ. കാരണം ഈ ഫോം കിട്ടുമ്പോഴാണ് നമുക്കിതിൻ്റെ പൂർണ്ണമായ വിവരം കിട്ടുക. അതാണ് ഞാൻ ഏറ്റവും കൗതുകരമായിട്ട് പറഞ്ഞത്. ഈ വിവരം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് SIRനെ കുറിച്ച് നേരത്തെ അറിയാം. ബീഹാറിൽ SIR ഏത് വോട്ടർ പട്ടിക 2003 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ നടത്തിയത് എന്ന് നമുക്കറിയാം. അതിനുള്ള മാനദണ്ഡങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാമായിരുന്നു. പക്ഷേ ഈ സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ബാക്കി നൂലാമാലകൾ നമുക്ക് മനസ്സിലാവുക. നമുക്കൊരു പക്ഷേ ഈ നൂലാമാല പരിഹരിക്കാൻ പറ്റിയേക്കും. കാരണം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എറണാകുളത്തെ വോട്ടർ പട്ടിക ആക്സസ് ചെയ്യാൻ എനിക്ക് വേറെ ഓപ്ഷനുണ്ട്. കാരണം എനിക്ക് എറണാകുളത്ത് വേണമെങ്കിൽ അവിടുത്തെ പരിചയമുള്ള ജേർണലിസ്റ്റുകളെ വിളിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പരിചയമുള്ള പൊളിറ്റീഷ്യൻസിനെ വിളിക്കാം. ആ പൊളിറ്റീഷ്യൻസിൽ തന്നെ ഹയറപ്സിലുള്ള ആളുകളെ വിളിക്കാം. എന്നിട്ട് എനിക്ക് അവിടുത്തെ വോട്ടർ പട്ടിക ഒന്ന് അയച്ചു തരണം, എനിക്ക് ഇന്ന കാര്യത്തിനാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വിത്തിൻ നോ ടൈം എനിക്കത് കിട്ടും. എനിക്കൊരു പ്രയാസമില്ല. ഞാനത് ചെയ്യാതിരിക്കുന്നത് ഇത് എൻ്റെ ആവശ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇത് സർക്കാരിൻ്റെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യമാണ്, എൻ്റെ വ്യക്തിപരമായ ആവശ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ എനിക്ക് പറ്റും. പക്ഷേ നിങ്ങൾ ബീഹാറിലെ സിറ്റുവേഷൻ എടുത്ത് നോക്കുക. ബീഹാറിൽ ഇതൊന്നും നടക്കാതെ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുണ്ടായിട്ടുണ്ടാവും. ഇവരുടെ ഒക്കെ ഡാറ്റ സ്വീകരിച്ച് വളരെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് ഇത്രയും ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് നമ്മൾ ഈ കേരളത്തിലെ പ്രോസസ്സ് കാണുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് മീൻസ് അതൊരു ഒരു ഒരു വളരെ പർട്ടിക്കുലറായിട്ടുള്ള എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തൊരു പ്രോസസ്സായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതേ പണിയാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ബംഗാളിൽ നിന്നുള്ള പല റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബംഗാളിൽ പല തലമുറകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിപ്പോൾ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SIR ആയിട്ട് റിലേറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ അവന് 2002 ചിലപ്പോൾ അവന് വോട്ടുണ്ടാവില്ല. 2002 വോട്ടില്ലാത്തവൻ അവൻ്റെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ വേറെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെയോ ഇലക്ട്രൽ ID-യോ അന്നത്തെ വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന വിവരങ്ങളോ ഒക്കെ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവൻ ചിലപ്പോൾ അവൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ ബർത്ത് ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ഹാജരാക്കേണ്ടി വരും. അത് ചിലപ്പോൾ അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷേ അവൻ തലമുറകളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ അവർക്കിത് ഭയങ്കര ടെൻഷനാണ്. ഇത് ഹാജരാക്കാൻ പറ്റാതെ വന്നാൽ ഇവിടുന്ന് പുറത്താക്കപ്പെടും, ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും, ചിലപ്പോൾ എന്താ പറയുക ഡിറ്റൻഷൻ സെൻ്ററുകളിൽ കൊണ്ട് അടയ്ക്കപ്പെടും എന്നൊക്കെ തോന്നുന്ന മനുഷ്യന്മാർ ചിലപ്പോൾ അതിർത്തി കടന്ന് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ടാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അൺകൺഫേം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, നമുക്ക് കൺഫേംഡ് അല്ല. ആ റിപ്പോർട്ടുകളിൽ പറയുന്നത് നേരത്തെ ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവുകൾ ഉണ്ടാകുന്നുണ്ട്. അത് സിംഗിൾ ഡിജിറ്റിലായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പോൾ അത് 3 ഡിജിറ്റ്സിലാണ് എന്നാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് നേരത്തെ 10ൽ താഴെ ആളുകളാണ് ഒരു ദിവസം അങ്ങനെ ക്രോസ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് 100നും മുകളിലുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഭരിക്കുന്ന ഹിന്ദുത്വ ഭരണകൂടം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പണിയാണ് SIR എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് ഒരു ഭയം നിർമ്മിച്ചു വെച്ചിട്ടുണ്ടോ. ഇപ്പം നമുക്ക് തുടങ്ങിയ സമയത്ത് നമുക്കറിയാം സമയമുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോഴും പിന്നെ മുതിർന്നവരൊക്കെ വിളിക്കുകയാണ് SIR. അത്
പലരും ഈ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക അങ്ങനെ വിചാരിച്ചവരുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ച് ഇങ്ങനെ കൊണ്ടുവരണ്ട, ഈ ലിമിറ്റഡ് ടൈമിൽ ഇത് ചെയ്യണ്ട, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ എന്താണ് ഇത് ഭയം ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ മിനിമം ഏപ്രിൽ ആവണം. മെയ് 23 വരെയാണ് ഈ നിലനിൽക്കുന്ന നിയമസഭയുടെ കാലാവധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയ് 23 വരെ ഇല്ലെങ്കിൽ മെയ് 15 വരെയെങ്കിലും ഉണ്ട് ഡെഫിനറ്റ്ലി. മെയ് 15 മുതൽ 27 വരെയുള്ള ഏതോ ഒരു ദിവസത്തിലാണ് ഈ എക്സിസ്റ്റിംഗ് നിയമസഭയുടെ കാലാവധി തീരുക. അതിനു മുമ്പേ ഇവിടെ വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു മാസത്തിനകം വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, ലോക്കൽ ബോഡി ഇലക്ഷനിലെ വോട്ടർ പട്ടിക വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയുടെ പ്രയോജനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേ ഇവിടെ ഉള്ളൂ. അതിനുള്ളിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോലുമുള്ള സാധ്യതയില്ല. കാരണം 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഉപതെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ അതിനോടൊപ്പം നടത്തിയാൽ മതി. എന്തെങ്കിലും ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരികയാണെങ്കിൽ പോലും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നടപ്പാക്കേണ്ട, പരിഷ്കരിക്കേണ്ട, പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പരിഷ്കരിച്ച് ഇതങ്ങ് പബ്ലിഷ് ചെയ്യേണ്ട യാതൊരു നിർബന്ധവും ഇവിടെ ഇല്ല. ഇവിടെ മാത്രമല്ല, ഉത്തർപ്രദേശിലും ഇല്ല. ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയും 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടേ സംഭവിക്കാനുള്ളൂ. അപ്പോൾ ഇതെന്തിനാ ഇപ്പോൾ പർട്ടിക്കുലറായിട്ട് ഒരു മാസം കൊണ്ട് ഇത്ര സമയം കൊണ്ട് ഇത് ചെയ്യണമെന്ന് ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഛത്തീസ്ഗഡിൽ അവിടെ കർഷകർ വിളവെടുക്കുന്ന സമയമാണ്, പല BLM സഹകരിക്കുന്നില്ല എന്നുള്ള ന്യൂസൊക്കെ വന്നിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇത് എല്ലാ സ്ഥലത്തും ഇത് പ്രശ്നമാണ്. ബംഗാളിൽ, കേരളത്തിൽ അതേ സമയത്താണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നിട്ടും അവിടെ 1 മാസം കൊണ്ട്, ഇതെന്തിനാ ഈ 1 മാസം എന്ന് സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നത്? ഇതിപ്പോൾ 2 മാസം കൊണ്ട് തീർത്താൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമാണല്ലോ. അതെ, നമുക്ക് മര്യാദയ്ക്ക് പരിഷ്കരിക്കപ്പെടുക. അതെ, അതാണ് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് 2 മാസം കൊടുക്കാമല്ലോ. 2 മാസം കൊടുക്കില്ല, ഇത് 1 മാസം കൊണ്ട് തീർക്കണം. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഭയമുണ്ട് ആളുകളുടെ ഇടയിൽ. അതായത് ഭരണകൂടത്തിൻ്റെ എന്താ പറയുക, ഒരു ചട്ടുകം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അധികാരം പ്രയോഗിക്കുകയാണ് നമ്മളുടെ പുറത്ത്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും മുമ്പും നടക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു നോർമൽ പ്രക്രിയയാണ്. അതിന് പകരം ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതി ഉണ്ടാക്കുകയും ഇത് പൗരത്വമായി ലിങ്ക് ചെയ്യും, ഇത് പൗരത്വ പരിശോധനയാണ് എന്ന വസ്തുത അത് പരസ്യമായി പ്രഖ്യാപിക്കാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഭയം ഉണ്ടാക്കുകയും, ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള സകല ഡോക്യുമെൻറ്റേഷനും എന്നുള്ള സംഗതി വരെ വളരെ പരോക്ഷമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാ കൊല്ലവും നിങ്ങൾ KYC സബ്മിറ്റ് ചെയ്യണം ബാങ്കിൽ. അടുത്ത KYCക്ക് നിങ്ങൾ SIRന് ശേഷമുള്ള വോട്ടർ ID കാർഡായിരിക്കും സബ്മിറ്റ് ചെയ്യേണ്ടി വരിക എന്ന തരത്തിലുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ട്. നിങ്ങളുടെ റേഷൻ കാർഡ് ഈ SIRൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾ പുതുക്കാൻ പോകുമ്പോൾ ഈ SIRന് ശേഷമുള്ള ഡോക്യുമെൻ്റാണോ ഇതാണ് നിങ്ങളുടെ ആധികാരിക രേഖ എന്ന് പറയും എന്നുള്ള പ്രചാരണം നടക്കുന്നത്. ഇത് പ്രചാരണം മാത്രമാണോ, ഇതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഈ ഭരണകൂടമായതുകൊണ്ടും അവരുടെ ലക്ഷ്യം വളരെ ദുരുപദിഷ്ടമായതുകൊണ്ടും ഒരു പക്ഷേ ഈ പ്രചരണമൊക്കെ സത്യമാകാനുള്ള സാധ്യത. അപ്പോൾ ഇത് ഭയമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ല, ഈ ഭരണകൂടം ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുള്ളതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. അപ്പോൾ ആ ഭയം അസ്ഥാനത്തല്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വോട്ടർ പട്ടിക പരിഷ്കരണം അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, പൗരത്വ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് BLO പറഞ്ഞു, നിങ്ങൾ ഈ ഡോക്യുമെൻ്റൊക്കെ, അതായത് ഈ 2002 നിങ്ങൾ ഏത് ബൂത്തിലായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കളക്ടറേറ്റിൽ അദാലത്തിന് വിളിക്കും, ജില്ലാ ഭരണാധികാരി അദാലത്തിന് വിളിക്കും, അന്ന് നിങ്ങൾ ഈ സകല ഡോക്യുമെൻറ്റും കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞു. സകല ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ ജനനത്തീയതി തെളിയിക്കുന്ന മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ് കൊണ്ടുപോകേണ്ടി വരും. ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തായാലും എനിക്കില്ല, കാരണം ആ കാലത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. പിന്നെയുള്ളത് SSLC ബുക്കാണ്. SSLC ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അതില്ലാത്ത എത്ര മനുഷ്യരുണ്ടാവും? അതില്ലാത്തവരുണ്ടാവാമല്ലോ, ഒരു സംശയമില്ല. ഇതില്ലെങ്കിലോ, ഒന്നുമില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ SSLC ബുക്ക്, അവർ ഇന്ത്യൻ പൗരനായിരുന്നു എന്ന് ബോധിപ്പിക്കുന്ന രേഖ, ഇത് ഞാൻ ഹാജരാക്കേണ്ടി വരും. അമ്മയുടെ അച്ഛൻ്റെ SSLC ബുക്കോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടാവും എന്ന് എനിക്ക് കരുതാൻ, അത് നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു ക്രൈസിസിലേക്ക് ഞാനവിടെ എത്തിപ്പെടുകയാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ SSLC ബുക്കുള്ളതുകൊണ്ട് വേണമെങ്കിൽ കളക്ടറേറ്റിൽ പോയിട്ട് ഹാജരാക്കാം.
ഇനിയിപ്പോൾ ഇത് ഹാജരാക്കിയില്ല എന്ന് വിചാരിക്കുക, ഇത് ഹാജരാക്കാതെ എന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളിക്കളഞ്ഞു എന്ന് വിചാരിക്കുക, ഞാൻ പിന്നെ എൻ്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു നിയമയുദ്ധം നടത്തേണ്ടി വരും. ഇതാ എൻ്റെ കയ്യിൽ ഈ ഡോക്യുമെൻ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നിയമം, ഇതിനൊക്കെ എത്ര സമയം വേണ്ടി വരും, എത്ര ആളുകൾ മെനക്കെടും. അപ്പോൾ ഇതൊന്നും ഹാജരാക്കാൻ പറ്റാതെ പുറത്തു പോകുന്ന എത്ര മനുഷ്യന്മാരുണ്ടാവും. ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കേരളത്തിൽ 2 ലക്ഷത്തോളം പേര് ഇതിനകം ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെയോ അല്ലെങ്കിൽ രേഖകളില്ലാതെയോ പുറത്താവുന്ന 5 ലക്ഷം, അതാണ് പ്രൊജക്ഷൻ. ഇപ്പോഴുള്ള സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് അവർ പറയുന്നത് ഏതാണ്ട് 2 ലക്ഷത്തോളം പേര് ഇതിനകം പുറത്തായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് കഴിഞ്ഞ എന്താ പറയുക, ഈ പ്രോസസ്സ് തുടങ്ങിയത് മുതൽ മരിച്ച ആളുകളുണ്ടാവും, അതിന് മുമ്പ് മരിച്ച ആളുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അല്ലാത്ത എത്ര പേരുണ്ടാവും, അല്ലാത്ത എത്ര പേരെ പുറന്തള്ളാൻ ഉദ്ദേശിക്കുന്നതാവും. ഇങ്ങനെ പുറന്തള്ളുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് എന്തായിരിക്കും? അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. അതായത് കുറച്ച് പേരെ പുറന്തള്ളി കഴിഞ്ഞു, ആ പുറന്തള്ളിയവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അങ്ങനെ പുറന്തള്ളാൻ യോഗ്യരായ ആളുകളാണ് നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്താണോ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഒരു വിഭാഗം ആളുകളെ എന്താ പറയുക ഒരു സ്റ്റാറ്റസിൽ താഴ്ത്തി, ഈക്വൽ സ്റ്റാറ്റസ് ആണല്ലോ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം, അതിൽ നിന്ന് താഴ്ത്തി നിർത്തുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതി. ഏതാണ്ട് അതേ പണി തന്നെ ഇവിടെ നടക്കും. അത്രയും ഗൗരവമുള്ളൊരു പ്രശ്നത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ഇത്രയും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ബീഹാറിലേക്ക് എന്തൊക്കെ നടന്നിട്ടുണ്ടാവും, ഉത്തർപ്രദേശിൽ ഇപ്പോൾ എന്തായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്, ബംഗാളിൽ എന്തായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ രാജുവായിട്ട് പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ഫോം അത് അന്വേഷിക്കാതിരുന്നത് എൻ്റെ ആവശ്യമല്ല, സർക്കാരിൻ്റെ ആവശ്യമാണല്ലോ എന്ന് കരുതിയിട്ടാണല്ലോ. ഭരണഘടന പറയുന്നതും അതാണ്. ഒരു പൗരന് ഒരാളാണെങ്കിൽ പോലും ആ പൗരന് വോട്ടവകാശം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്, അത് പൗരന്മാരുടെ ഉത്തരവാദിത്തമല്ല. പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അതായത് നമ്മളാണ് ഈ പറയപ്പെട്ട പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടത്. നമ്മളുടെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത് ചെയ്യുക തന്നെ വേണം. ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലേ സത്യത്തിൽ? ഇത് ഭരണഘടനയുടെ ഒരു കൺസെപ്റ്റിന് വിരുദ്ധ അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തിനാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പണി എന്താ? 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താമെന്നും മാത്രമല്ലല്ലോ, അതിന് പാകത്തിനുള്ള സകല ഡോക്യുമെൻറ്റേഷനും ചെയ്യുക എന്നുള്ള പണിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എന്നെ ഒന്ന് വോട്ടർ പട്ടികയിൽ ചേർക്കണം എന്ന് പറയുകയല്ലല്ലോ ചെയ്യുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഈ പണി മുഴുവൻ ചെയ്യുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പിന്നെ ഇങ്ങനൊരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാക്കി. പൗരൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത്, അതിന് പാകത്തിലുള്ള സകല ഡോക്യുമെൻറ്റേഷനും കൊടുക്കേണ്ടത്, അത് കൊടുത്തു എന്ന് ഉറപ്പാക്കേണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ അദാലത്തിന് വിളിക്കുകയാണെങ്കിൽ പോയി ഹാജരാവേണ്ടത്, ഇതൊക്കെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. വേറെ ആർക്കും യാതൊരു ഉത്തരവാദിത്തമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു ഉത്തരവാദിത്തമില്ല. ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് മിനിറ്റ് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BLO വിളിക്കാതിരിക്കുന്നത്. എനിക്കിത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അത് ഇത് എൻ്റെ പണിയല്ല, എൻ്റെ ഉത്തരവാദിത്തമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടിഫൈ ചെയ്ത് PLO ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ BLO ഇങ്ങോട്ട് വന്ന് ഈ പണിയെടുക്കണം, എൻ്റെ ഉത്തരവാദിത്തമല്ല. പക്ഷേ നേരെ തിരിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ പൗരന്മാരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞാൻ പൗരനാണ് എന്ന് തെളിയിക്കുക, എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുക, എൻ്റെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, തെളിയിക്കുക. ആ 2002 വോട്ടർ പട്ടികയിൽ എന്നെ റെക്കമെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ബന്ധുവായിട്ട് രേഖപ്പെടുത്തിയത് എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അല്ലെങ്കിൽ അമ്മാവനാണ് എന്ന് തെളിയിക്കുക. അവരുടെ വോട്ടർ ID ഇന്ന നമ്പറാണ് എന്ന് പ്രൂഫ് കൊടുക്കുക. ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഭരണഘടന എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് നേരെ എതിരായിട്ടുള്ളൊരു പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ല സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട പണി. അത് മാത്രമല്ല, ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ടർ പട്ടികയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണല്ലോ. എന്തൊരു ഫൂളിഷ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണെന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇതിപ്പോൾ December 9 കരട് വരുന്നു. ഇനിയിപ്പോൾ December 31 ഇവർ ഫൈനൽ ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നു എന്ന് വിചാരിക്കുക. December 31 ഇവർ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൻ്റെ തൊട്ടടുത്ത സെക്കൻഡിൽ ഇതേ വോട്ടർ പട്ടികയിലുള്ള ആരെങ്കിലും ഒരാൾ മരിക്കും, അല്ലെങ്കിൽ അതേ ദിവസം ഒരാൾക്ക് 18 വയസ്സിന് മുകളിലാവും, വോട്ടർ പട്ടികയിൽ ചേരാൻ പാകത്തിനാവും. ഇവരെ ചേർക്കേണ്ടി വരുമല്ലോ, പിന്നെയും പരിഷ്കരിക്കേണ്ടി വരുമല്ലോ. ഇത് ഒരു ഫൂളിഷ്
പരിപാടിയാണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മളുടെ പരമോന്നത നീതിപീഠത്തിന് ഇതുവരെ ബോധ്യപ്പെടാത്തത് എന്ന് മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുകയാണ്, അതിനൊരു വോട്ടർ പട്ടികയുണ്ട്, അതിനൊരു പ്രൊസീജിയർ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇത് നടത്തിക്കൂട്ടണം ഈ 1 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞൊരു ഭയം അസ്ഥാനത്തല്ല, ആ ഭയം മനഃപൂർവ്വം സൃഷ്ടിച്ചു. കാരണം വെച്ചാൽ നമ്മളെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഭരിച്ച സ്ഥലങ്ങൾ മുഴുവൻ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഭയമാണ് അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഗുജറാത്ത് മുതൽ തുടങ്ങണം. ഗുജറാത്തിലാണെങ്കിലും UP-യിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും സകല സ്ഥലങ്ങളിലും ഭയം വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയം വികസിപ്പിക്കാനും അധികാരത്തിലേക്ക് എത്താനും അധികാരം നിലനിർത്താനും. ഇപ്പോൾ ഗുജറാത്തിൽ വംശഹത്യയായിരുന്നെങ്കിൽ UP-യിൽ ബുൾഡോസറാണ്, അല്ലെങ്കിൽ കലാപം എപ്പോൾ വേണമെങ്കിൽ പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളൊരു അന്തരീക്ഷ സൃഷ്ടിയാണ്. മധ്യപ്രദേശിൽ പോലീസ് വെടിവെപ്പുകളാണ്. അങ്ങനെ എവിടെ എടുത്താലും, രാജസ്ഥാനിലും വർഗീയ കലാപങ്ങളാണ്. എവിടെ എടുത്താലും ഭയം ഇവർ വളരെ ഗംഭീരമായിട്ട് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അധികാരം നേടാനും അധികാരം നിലനിർത്താനും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തത്തിലുള്ള അധികാരം നിലനിർത്താനും അവർ ഈ ഭയം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ രൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ വേറൊരു രൂപമാണ് ഈ SIR എന്ന് പറയുന്നത്. ആ ഭയം അസ്ഥാനത്തല്ല, അത് വളരെ ഗംഭീരമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവസാനമായി നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപാദിക്കാതെ പോകാൻ പാടില്ല BLOമാരുടെ ആത്മഹത്യ. ഇന്ന് രാവിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇന്ത്യയിൽ 25 BLOമാർ ഇതുവരെ ആത്മഹത്യ ചെയ്തു എന്നാണ്. അതിൽ പലരും ആത്മഹത്യാക്കുറിപ്പിൽ ഈ SIR എക്സസൈസുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ പലരും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണാതെ പോകാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയും. ഇലക്ഷൻ കമ്മീഷൻ ഇതൊരു പ്രശ്നമല്ലല്ലോ. കാരണം വെച്ചാൽ അവർ 1 മാസത്തെ സമയം കൊടുക്കുന്നു, നിങ്ങളുടെ പണി ഇതാണെന്ന് പറയുന്നു, നിങ്ങളിത് ചെയ്യാൻ നിർബന്ധിക്കുന്നു. എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ BLO വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ നിങ്ങൾ എടുത്തില്ലല്ലോ. വെച്ചാൽ രാവിലെ വിളിച്ചു, അപ്പോൾ മൂപ്പർ പറഞ്ഞു എന്നോട് വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. 5 മണി കഴിഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നുണ്ടാവുള്ളൂ, വീട്ടിലേക്ക് എത്തില്ല. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 6 മണി കഴിഞ്ഞിട്ട് എടുത്തില്ല. അപ്പോൾ ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടു, നിങ്ങൾ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വൈകുന്നേരം 6 മണി മുതൽ 9:30 വരെ മീറ്റിംഗ് ആയിരുന്നു. വൈകിട്ട് 6 മണി മുതൽ 9:30 വരെ അവർ മീറ്റിങ്ങിലായിരുന്നു, ഈ BLOമാരും മുഴുവൻ. വെച്ചാൽ രാവിലെ മുതൽ ഇവർ ഈ പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ചുമതലപ്പെടുത്തുന്ന BLOമാർ ഫീൽഡിൽ പോകുന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഇത് മനസ്സിലാവും, കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ പല BLOമാരും ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, അവർ ഫീൽഡിൽ പോയി ശീലമില്ലാത്ത ആളാണ്. അപ്പോൾ അവർക്കിത് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നുണ്ട്. 6 മണി മുതൽ 9:30 വരെ മീറ്റിങ്ങിലിരിക്കുന്നു. എന്നിട്ട് ഇവരുടെ മുഴുവൻ കണക്ക് ചോദിക്കുന്നു, നിങ്ങൾ എത്ര ഫോം കൊടുത്തു, എത്ര തിരിച്ചു കിട്ടി, എത്ര ഡിജിറ്റൈസ് ചെയ്തു, എന്താണ് ചെയ്യാത്തത്, അത് ചെയ്തു, ഇത് ചെയ്തു. സോ മെനി ക്വസ്റ്റ്യൻ. ഇതുണ്ടാക്കുന്നൊരു പ്രഷറുണ്ട് അവർക്ക്. പിന്നെ ഒരു BLO കഴിഞ്ഞ ദിവസം കേരളത്തിൽ പറഞ്ഞല്ലോ, കമ്പാരിസനാണ്. ഈ BLO ഇത്ര ചെയ്തു, നിങ്ങളെന്താ എത്ര ചെയ്യാത്തത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾ രാത്രി പോകാത്തത് എന്താണ്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയെക്കുറിച്ച് ഒരു കൺസേണും ഇല്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അവർ അപ്സെറ്റ് ആവും. അതിന് പുറമെ ഓഫീസുകളിൽ നിന്ന് റിലീവ് കൊടുക്കാത്തവർ, അത് വേറെ പ്രശ്നമുണ്ട്. ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്യാത്ത ആളുകളുണ്ട്. ചിലപ്പോൾ ഇവർക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു BLOയുടെ വീട്ടിൽ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധു വയ്യാതെ കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, അയാൾക്ക് അതും കൂടെ മാനേജ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക, 2 കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ്, അതിൽ ഒരു കുട്ടി എൻട്രൻസിന് പഠിക്കുന്നതാണെന്ന് വിചാരിക്കുക, അയാൾക്ക് ആ പ്രഷറുണ്ടാവും ഇല്ലേ, സ്വാഭാവികമായിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അവർക്ക് പ്രഷർ ചെയ്യേണ്ടി വരും. ഞാൻ അവരെ കുറ്റം പറയില്ല, അവർ പ്രഷർ ചെയ്യും. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ വോട്ടർമാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ പ്രക്രിയയുടെ ഭാഗമാവുകയും അവർ വോട്ടർ പട്ടികയിൽ ഉണ്ടാവും എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അവർ പ്രഷർ ചെയ്യും, നിങ്ങൾ അവിടെ ഫോം കൊടുത്തില്ലല്ലോ, നിങ്ങളിവിടെ ഫോം കൊടുത്തില്ലല്ലോ, നിങ്ങൾ അന്ന് അവിടെ ചെല്ലാൻ ചെന്നില്ലല്ലോ, നിങ്ങൾ എന്താ കൊടുക്കാത്തത് എന്ന് അവർ ചോദിക്കും. അപ്പോൾ ഈ പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ പല ജാതി പ്രശ്നസാണ് ഇവർ അനുഭവിക്കേണ്ടത്. കേരളത്തിൽ ഭാഗ്യം കൊണ്ട് ഈ പറയുന്ന ആത്മഹത്യയുടെ എണ്ണം കുറവാണ് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പുറത്ത് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ 25 എന്ന് പറയുന്നു, ചിലർ 16 എന്ന് പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുമോ എന്ന സന്ദേഹത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണം വേറെയാണ്. ഇത് രണ്ടും നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആത്മഹത്യ ഒരു ഒറ്റ തമാശ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാലിം ഒന്ന് ആലോചിച്ച് നോക്കുക. ബീഹാറിൽ ഈ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഒറ്റ ആത്മഹത്യയുടെ കാര്യം പോലും നമ്മൾ കേട്ടില്ല.
ഏതെങ്കിലും BLOയ്ക്ക് പ്രഷർ ഉണ്ടായി എന്ന് നമ്മൾ കേട്ടില്ല. ഏതെങ്കിലും ഒരു BLOയെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സമ്മർദ്ദം ചെലുത്തി എന്ന് നമ്മൾ കേട്ടില്ല. ആരെങ്കിലും ഒരു സമ്മർദ്ദത്തെക്കുറിച്ച് സംസാരിച്ചത് പോലുമില്ല. ഒരു മാസം കൊണ്ട് ഈ പണിയൊക്കെ തീർന്നു. ഒരു അപ്പീൽ പോലും ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. എന്തൊരു മനോഹരമായ, എന്താ മറ്റേ ഈ സിനിമയിലൊക്കെ പറയുന്നില്ലേ, എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ബീഹാറിൽ കേട്ടു. പലരും അറിഞ്ഞിട്ടുണ്ടാവും, അതുപോലും അറിയില്ല. അപ്പോൾ പക്ഷേ ഈ പ്രഷർ അവിടെ ഉണ്ട്. ഇതുകൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമാകാൻ വഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അധികാരിയുടെ വിധേയൻ്റെ റോൾ മാത്രം വഹിക്കുന്നവരായതുകൊണ്ട് അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. വിധേയന്മാർക്ക് ഇതൊന്നും ഒരു കാലത്തും പ്രശ്നമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും പ്രശ്നമാകാൻ വഴിയില്ല. പരമോന്നത നീതിപീഠം ഈ കണക്കൊക്കെ എപ്പോഴെങ്കിലും കേൾക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇനി അതും വിധേയരുടെ സ്ഥാനത്തേക്കാണോ എന്നും നമുക്കറിയില്ല. റൈറ്റ്. SIR പ്രക്രിയ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടക്കുന്നുണ്ട്. SIR നടത്താനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടോ, ഭരണഘടനാപരമായി അധികാരമുണ്ടോ എന്നുപോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഫലങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വോട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ്. അത് നമുക്ക് ചെയ്യാം. മറ്റുള്ളവ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഭരണഘടനാപരമായ മൂല്യങ്ങൾ, അതിനൊന്നും തകർച്ച സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.